ഇരിപ്പ് കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ വരാതെ പോകുന്ന ലക്ഷണമില്ലെന്നാ തോന്നുന്നത്. അതെ, കാര്യമായ എന്തോ പ്രശ്നമാണ് ശാരദാമ്മേ. ഇനി കാശിന്റെ വല്ല പ്രശ്നമാണോ? എന്ത് മാരണമാവോ വലിച്ചു കെട്ടി തലേ വെച്ചിരിക്കുന്നെന്ന് ആർക്കറിയാം. എന്തു വന്നാൽ എന്റെ തലയിലേക്കാണല്ലോ കേറി വരുന്നത്. ആ നോക്കാം, അനുഭവിക്കാനുള്ളൊക്കെ അനുഭവിച്ചാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചില കേസുകൾ അങ്ങനെയാ ശാരദാമ്മേ. നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കാൻ വേണ്ടി ചിലതെല്ലാം വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന ഒന്ന് തന്നെയാ ചോദ്യചിഹ്നം പോലെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഇയാളും. അമ്മ ആ ഫോൺ തന്നെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അയാളുടെ ഇരിപ്പും മട്ടും ഒക്കെ കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഈ അച്ഛൻ എനിക്ക് ഫോൺ എടുക്കുന്നില്ലല്ലോ. അതല്ലേ ഞാനും പറഞ്ഞത്. ഇതെന്തായാലും ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ അയ്യോ, സാറ് പോയാൽ എങ്ങനെയാ? ഞാൻ പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ശാരദാമ്മേ? അല്ല, ഒന്നുകൂടെ ഗോപാലകൃഷ്ണൻ വിളിച്ചു നോക്ക്. ഇല്ലെങ്കിൽ കാശിന്റെ കാര്യത്തിൽ സമാധാനം ഉണ്ടെന്ന് പറയേ. പോയിട്ട് പിന്നെ വരാൻ പറ. ഇവിടെ അയാളിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ചെല്ലമ്മേ, അമ്മ അങ്ങനെ ചെന്ന് പറഞ്ഞു നോക്ക്. ഗോപാലകനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ചിലപ്പോ വൈകാനും സാധ്യതയുണ്ട്. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. കാശിന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പക്ഷേ പോയാ എനിക്ക് സമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടേ പോവൂ. വേലായുധനോടാ കളി. ഓ പിന്നെ വന്ന തന്നെ ഒന്ന് പോയിക്കയച്ച അവിടുന്ന്. വിഷ്ണുവേട്ടാ, എന്റെ വിഷ്ണുവിന്റെ ഒരു കാര്യം. മോളെ ഞാൻ രാമേട്ട, അതെ രാമേട്ട, ഞാനേ വിഷ്ണുവേട്ടനാണെന്ന് കരുതി. അത് കുഴപ്പമില്ല കുഞ്ഞെ. അല്ല, എന്നാലും ഈ ചില സമയത്തെ വിഷ്ണുവേട്ടൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ. പിള്ളേരെക്കാളും നിർബന്ധ. വിഷ്ണു കുഞ്ഞിന് ജോലി പോയതിൽ സങ്കടമുണ്ടോ മോളെ? അത് താൽക്കാലിക വേക്കൻസി ആയിരുന്നു എന്ന് വിഷ്ണുവേട്ടൻ അറിയാമായിരുന്നല്ലോ. എന്നാലും തിരിച്ചു കയറുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിഷ്ണു കുഞ്ഞിനെ ഫേസ് ചെയ്യാൻ. വിഷ്ണുവേട്ടൻ അതൊക്കെ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളാ. അതോർത്ത് രാമേട്ടൻ വിഷമിക്കണ്ട. ഓക്കെ മോളെ, ഇപ്പോഴാ എനിക്ക് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്റെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നീൻ കഥ പറയൂ. ഈ കഥയിലെ നായകൻ ഞാനല്ലേ, അല്ലാതെ വില്ലനല്ലല്ലോ. പിന്നെ എന്തിനാണോ താൻ എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നേ? ഞാനിപ്പോ എന്താ ഓർക്കണമെന്നറിയോ? ഒരു ഫയലായിട്ട് അങ്ങോട്ട് മാറിയാ മതിയായിരുന്നു എന്നാ. അല്ല, അതാവുമ്പോ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവൂല്ലോ. എന്താ വിഷ്ണു, നീ എന്താ പിന്നെ ആലോചിക്കുന്നത്? ഇനി ഇതിനു വേണ്ടി നിന്റെ ഭാര്യയുടെ അനുവാദം വല്ലതും ചോദിക്കണോ? നീ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അറിഞ്ഞിട്ട് തന്നെയല്ലേ അവള് നിന്നെ കെട്ടിയത്. അതല്ല,
ശാലിനി എതിര് പറയുന്നല്ല. പിന്നെ നീ ആരെയാ ഭയപ്പെടുന്നത്? എടാ, അന്ന് നമുക്ക് പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പണവും സ്വാധീനവും എല്ലാം ഉണ്ട്. ശാലിനി നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബലം തന്നെയാ. അതൊക്കെ ശരി തന്നെയാണമ്മ. പക്ഷെ നമ്മൾ കുറെ കാലം നിന്ന് മാറിയുന്നോണ്ട് അതിന്റെ ഒരു പോരായ്മ എന്തായാലും ഉണ്ടാവില്ലേ? ആ പോരായ്മ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാടാ. നമ്മൾ പഴയതിൽ നിന്ന് തുടങ്ങണം. എന്നാലേ പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ നടന്നു കയറാൻ പറ്റൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ മോൻ ലോറിയുടെ ടയർ ഇളക്കി മാറ്റാൻ നടു റോഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ അമ്മയുടെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണീരല്ല, ചൂട് ചോരയാ. പക്ഷേ അന്ന് ഈ അമ്മ മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, തിരിച്ച് നമ്മുടെ പഴയ പ്രതാപകാലത്തിലേക്ക് എത്തണമെന്ന്. കാശുകൊണ്ട് കാശു വാരുന്ന ഈ മായാലോകത്തിലേക്ക് വീണ്ടും വരണമെന്ന്. അതിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമാ. എടാ, നീ ആലോചിക്കേ, പട്ടിണി കൊണ്ട് വയറ് നിറച്ച് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ സമ്പത്തുള്ള രാജ്യത്തിന്റെ രാജാവായി പട്ടുമെത്തിയിൽ ഇരിക്കണോ എന്ന്? തോമസിന് പണമേ നാളെ കൊടുത്താലും മതി. നിന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് എനിക്കറിയണം. ആലോചിക്കേ, എന്നിട്ട് മനസ്സിനെ പാകപ്പെടുത്തി മനുഷ്യനെ പോലെ ചിന്തിക്കാൻ നോക്ക്.